ലാസ്റ്റ് സെഷനിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതായത് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ടൈപ്പിലുള്ള ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഇൻ പ്ലേസും പിന്നൊന്ന് ബ്ലൂ ഗ്രീനും. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒന്ന് ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സിൻ്റെ അണ്ടറിൽ ഇങ്ങനൊരു മെനു ഉണ്ട്. അതായത് 1 at a time, half at a time, all at once എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട്, അതായത് ഇതിപ്പോൾ കിട്ടുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു സെലക്ഷൻ അനുസരിച്ചിട്ടാണ്. അതായത് ഡിപ്ലോയ്മെൻറ്റ് ടൈപ്പ് നമ്മളിവിടെ പറഞ്ഞിരുന്നു. അതായത് നമ്മളിപ്പോൾ ചൂസ് ചെയ്തതെല്ലാം ഈ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ പ്ലേസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇപ്പോൾ ബ്ലൂ ഗ്രീൻ എന്നും പറഞ്ഞ് വേറൊരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പം ഇൻ പ്ലേസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻ റിവിഷൻ, അതായത് നമ്മളിപ്പം ഓരോ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓഫ്ലൈനായിട്ട് പിന്നീട് വീണ്ടും ഓൺലൈനായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഇൻസ്റ്റൻസ് ഓൺലൈനായി വരും. ആദ്യം ഓഫ്ലൈൻ ആവും, പിന്നീട് ആ ഒരു പുതിയ റിവിഷൻ അപ്ഡേറ്റ് ആയ ശേഷം പിന്നീട് അത് വീണ്ടും ഓൺലൈനായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ബ്ലൂ ഗ്രീൻ സാധാരണ ഇപ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് മാച്ചായിട്ടാണ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞ ടൈപ്പ് വരുന്നത്. അപ്പോൾ ബ്ലൂ ഗ്രീനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓരോ തവണ ഡിപ്ലോയ് ചെയ്യുമ്പോഴും പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റായി വരികയാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻസ്റ്റൻസിൽ പുതിയ റിവിഷൻസ് അപ്ഡേറ്റ് ആവുകയല്ല ചെയ്യുന്നത്. അതാണ് ഇൻ പ്ലേസിൽ സംഭവിക്കുന്നത്. ബ്ലൂ ഗ്രീനിലാണെങ്കിൽ അതിന് പകരം ഓരോ തവണയും പുതിയ ഇൻസ്റ്റൻസ് പഴയതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എവറി ടൈം ബ്ലൂ ഗ്രീൻ ക്രിയേറ്റ്സ് എ ന്യൂ EC2 ഇൻസ്റ്റൻസസ് ആണ്. അപ്പോൾ ദിസ് ഈസ് പെർഫെക്റ്റ് ഫോർ ആമസോൺ EC2 ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ്സിനാണ്, അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റിലാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഗ്രീൻ സെറ്റപ്പ് നമുക്ക് കൂടുതലായിട്ട് പെർഫെക്റ്റ്ലി മാച്ചായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി കോപ്പി ആമസോൺ EC2 ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിലോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഒരു ഓപ്ഷനുണ്ട്, മാനുവലി പ്രൊവിഷൻ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഡെവോപ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ കഴിയുന്നതും എല്ലാം ഓട്ടോമേറ്റഡ് ആക്കുക എന്നുള്ളതാണ് നമുക്കൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൂ ഗ്രീൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഈ ഒരു ഡെവോപ്സ് സൈഡിൽ നോക്കുമ്പോൾ EC2 ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഓട്ടോ സ്കെയിലിങ്ങിനെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ ഇൻഡെപ്തായിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് അതൊരു കുറച്ചൊരു ലെങ്തി ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മുടെ AWSൻ്റെ ഫ്രീ സെഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെൻ്റൽ കോഴ്സിൽ. അപ്പോൾ അത് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഓട്ടോ സ്കെയിലിംഗ് അറിയാത്തവർക്ക് ആ ഒരു സീരീസിൽ ഓട്ടോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞ സെഷനുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ബ്ലൂ ഗ്രീൻ അല്ല യൂസ് ചെയ്യുന്നത്, ഇൻ പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇൻ പ്ലേസ് തന്നെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴോട്ട് വരാം. എന്നിട്ട് നമുക്കിവിടെ ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറയാൻ പോയത്. അപ്പോൾ അതിന് മുമ്പാണ് നമ്മളിപ്പോൾ ഇതിന് ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സിൽ 3 ടൈപ്പ് ബൈ ഡിഫോൾട്ട് ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 at a time, half at a time, all at once എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇൻ പ്ലേസ് ആണെങ്കിൽ ഓൾറെഡി ഉള്ള EC2 ഇൻസ്റ്റൻസിനെ ഓഫ്ലൈൻ ആക്കിയിട്ട് ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ഓൺലൈനാക്കി കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. നമ്മൾ ഇൻ പ്ലേസ് ആണെങ്കിൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് മാത്രമേ ഇപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് നമ്മൾ സ്പോൺ ചെയ്തിട്ടുള്ളൂ, എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു EC2 ഇൻസ്റ്റൻസിലാണ് നമ്മുടെ വെബ് സെർവർ എല്ലാം ഡിപ്ലോയ് ചെയ്യുകയും ആ ഒരു സാമ്പിൾ വെബ് പേജിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്, ആ സാമ്പിൾ ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ഒരു EC2 ഇൻസ്റ്റൻസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൂടുതൽ EC2 ഇൻസ്റ്റൻസ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് വരും, നമുക്ക് ഫ്രീ ടയർ ലിമിറ്റിൽ നിൽക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സിൽ പറഞ്ഞിരിക്കും, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 EC2 ഇൻസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു 10 EC2 ഇൻസ്റ്റൻസസ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ 1 at a time ആണ് കൊടുക്കുന്നതെങ്കിൽ, എന്നിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ
ഈ ഓരോ ഇൻസ്റ്റൻസ് മാത്രമേ ഒരു തവണ അത് ഓഫ്ലൈൻ ആവുകയുള്ളൂ. അതിലുള്ള ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞ് അത് ഓൺലൈനായ ശേഷം മാത്രമേ സെക്കൻഡ് ഇൻസ്റ്റൻസ് ഓഫ്ലൈനായിട്ട് അതിൽ ഡിപ്ലോയ്മെൻറ്റ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് ആയിരിക്കും 1 at a time എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഹാഫ് അറ്റ് എ ടൈം ആണെങ്കിൽ ഇപ്പോൾ 10 ഇൻസ്റ്റൻസ് ആണ് ടോട്ടൽ ഉള്ളതെങ്കിൽ അതിൽ 5 ഒരുമിച്ച് ഓഫ്ലൈൻ ആവും പുതിയ ഡിപ്ലോയ്മെൻറ്റ് റിവിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അത് ഓൺലൈൻ ആയ ശേഷം മാത്രമേ അടുത്ത 5 ഓഫ്ലൈൻ ആവുകയുള്ളൂ, അടുത്ത റിവിഷൻസ് അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഹാഫ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതല്ല, നമ്മൾ സാധാരണ ഇപ്പോൾ കൊടുത്തതെല്ലാം ഓൾ അറ്റ് വൺസ് ആണ്. അപ്പോൾ ഓൾ അറ്റ് വൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഇൻസ്റ്റൻസസ് ടോട്ടൽ ഉണ്ടെങ്കിൽ ആ ഒരു 10 ഇൻസ്റ്റൻസസും പുതിയ റിവിഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ഓഫ്ലൈൻ ആവുകയും 10 വന്നിട്ട് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഓൺലൈനായി വരികയും ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻസ്റ്റൻസിലെല്ലാം ചെയ്യുമ്പോൾ ഒന്നിൽ 1 at a ടൈം അല്ലെങ്കിൽ ഹാഫ് അറ്റ് എ ടൈം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ എല്ലാ ഇൻസ്റ്റൻസസും ഒരുമിച്ച് ഓഫ്ലൈൻ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷനിൽ ചെയ്യുമ്പോൾ എപ്പോഴും 1 at a ടൈമോ ഹാഫ് അറ്റ് എ ടൈമോ അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാം, അതിനി പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ഓൾ അറ്റ് വൺസ് കൊടുക്കാതെ. നമുക്കിപ്പോൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിലാണെങ്കിൽ നമുക്ക് ഓൾ അറ്റ് വൺസ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഗറേഷൻ അല്ലാതെ കസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിനാണ് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നത്, ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്കൊരു പേര് കൊടുക്കാം. നമുക്കിപ്പോൾ ടോട്ടൽ ഇൻസ്റ്റൻസ് ഇപ്പം 10 ആണ് ഉള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ 80%, ഫോർ എക്സാമ്പിൾ 80% നമുക്ക് ഒരു അറ്റ് എ ടൈം നമുക്ക് ഡിപ്ലോയ് ചെയ്താൽ നമുക്കൊരു പേര് കൊടുത്തു 80% എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്കതിൽ ഒന്നിൽ പെർസെൻറ്റേജ് വെച്ച് അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പെർസെൻറ്റേജ് ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 80 എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തു. അപ്പോൾ 10 ഉണ്ടെങ്കിൽ 8 ഒരു സമയത്ത് ഫസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് നടക്കും, ബാക്കിയുള്ളത് പിന്നീട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ആവശ്യമുള്ള പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 80 കൊടുത്തു, എന്നിട്ട് ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സിൽ ആ ഒരു പുതിയ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എത്ര പെർസെൻറ്റേജ് ആ ഡിപ്ലോയ്മെൻറ്റ് ഇൻസ്റ്റൻസിലാണോ അറ്റ് എ ടൈം നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് നടക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് കസ്റ്റമായിട്ടും ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ 80% ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 10 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൽ 8 മാത്രം ആദ്യം ഡിപ്ലോയ്മെൻറ്റ് നടക്കും. 8 മാത്രമേ ഓഫ്ലൈൻ ആവുകയുള്ളൂ, മറ്റ് 2 ഓൺലൈൻ തന്നെ ആയിരിക്കും. ആ 8 നടന്ന ശേഷമേ പിന്നീട് മറ്റ് 2 ഡിപ്ലോയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഓഫ്ലൈൻ ആക്കിയിട്ട് പിന്നെ ഓൺലൈനായി വരുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ കസ്റ്റമായിട്ടും കോൺഫിഗറേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പിൽ വരുന്ന സെറ്റിങ്സിൽ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇത്. ഒന്ന് ഡിപ്ലോയ്മെൻറ്റ് ടൈപ്പ്, നമുക്ക് ഇൻ പ്ലേസും പിന്നെ ബ്ലൂ ഗ്രീനും. അത് നമ്മളിപ്പോൾ ഒരു ഓവർവ്യൂ കണ്ടു കഴിഞ്ഞു. നമുക്കിനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ആവശ്യം വരുന്നെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാം വൈസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്ന് ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സിലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് 80% നമുക്കിപ്പം ആവശ്യമുള്ള രീതിയിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പെർസെൻറ്റേജ് വെച്ചിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ലോഡ് ബാലൻസർ എനേബിൾ ചെയ്യാം. ലോഡ് ബാലൻസറിനെ കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് നമ്മുടെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ലോഡ് ബാലൻസറും ഓട്ടോ സ്കെയിലിംഗ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഡ് ബാലൻസറിൽ കൂടുതൽ പഠിച്ചിട്ടില്ലാത്തവർക്ക് ആ ഫണ്ടമെൻ്റൽ കോഴ്സ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്ന 2 ചെറിയ ടോപ്പിക്സാണ്. നമുക്ക് ഈ ഡിപ്ലോയ്മെൻറ്റ് ടൈപ്പും പിന്നൊന്ന് ഈ പറഞ്ഞ ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സും. അപ്പോൾ ഇത് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻസ്റ്റൻസസ് വേണമെങ്കിൽ സ്പോൺ ചെയ്ത് നോക്കാം, പക്ഷേ ഫ്രീ ടയർ ലിമിറ്റിൽ നിൽക്കില്ല. ഒരു കൂടുതൽ സ്പോൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് റിസോഴ്സ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പ്രൈസ് നോക്കുക. AWS തന്നെ അതിന് ഓരോന്നിനും എത്ര അവേഴ്സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള പ്രൈസ് എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയ ശേഷം കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ബില്ലിംഗ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ നമുക്കിപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ആ ഒരു ആപ്സ്പെക് ഫയലിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇൻഡെപ്തായിട്ട് നോക്കാം. എങ്ങനെയാണ് ആപ്സ്പെക് ഫയലിലുള്ള ഓരോ സെക്ഷൻസ് എന്തൊക്കെയാണ്. നമുക്ക് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു കഴിയും നമ്മൾ ഫസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് നോക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുറച്ചുകൂടെ നമുക്കതൊന്ന് നോക്കി മനസ്സിലാക്കാം അടുത്ത സെഷനിൽ.